ഒരു ഹോസ്പിറ്റലാണ് അത്ര ഹോസ്പിറ്റല്. രോഗികൾക്ക് കൊടുക്കാൻ മരുന്നില്ല, ഒരു ഇഞ്ചക്ഷൻ ഇല്ല. എന്തിന്? ഓപ്പറേഷൻ ചെയ്യാൻ ഒരു എക്യുപ്മെന്റ്സ് പോലും ഇല്ല. ഞാൻ ആകെ ഒരു ഡോക്ടറുണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്. ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? സത്യം പറഞ്ഞ രോഗികളെ കാണുമ്പോ ഇപ്പൊ പേടിയാണ്. അയ്യോ, ഏതോ ഒരു എരണം കെട്ടവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നയൻതാരേ. ഡോക്ടർ. നയൻതാര. അതെ, തങ്ങട് നോക്കിയേ, ഒരു പേഷ്യന്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഹോസ്പിറ്റലിലോട്ടാ? പിന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് അല്ലാണ്ട് സെമിത്തേരിയിലേക്ക് വരാൻ പറ്റും? പോലെ ചതിക്കല്ലേ, ചതി. പേടിയാ ഡോക്ടർ, എന്റെ കൈയും കാലും വിറയ്ക്കും. അല്ല, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. എനിക്ക് തോന്നണം അവന്റെ വരവിന്റെ ലക്ഷണം കണ്ടിട്ട് എന്തോ പനി പിടിച്ചിട്ട് വന്നാണെന്നോ. പനിയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പനിയുടെ മരുന്ന് ഇത്തിരി ബാക്കി ആ കുപ്പിയിൽ ഉണ്ടല്ലോ, അത് ഇത്തിരി വെള്ളം കൊലുക്കി വെച്ചേര് നമുക്ക് ഇവര് കൊടുക്കാം. ഡോക്ടറെ, ആ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ടല്ലേ ഇന്നലെ വന്ന പേഷ്യന്റിന് കൊടുത്തത്. അത് തീർന്ന്. അപ്പൊ ഇവന്റെ കാര്യവും തീരും. തീരട്ടെ. നയൻതാര പോലെ ഡോക്ടർ. നയൻതാര നാളെ മുതൽ നയൻതാരയല്ല 7 താരയായിട്ട് വന്നോളണം. എന്നുവെച്ചാ 9 മണിക്കല്ല 7 മണിക്ക് വരണമെന്ന്. ഒറ്റയ്ക്ക് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആടിയാണല്ലോ വരുന്നത്. ഞാനൊരു സെയിൽസ്മാൻ സാർ. എന്ന് കരുതി ആടേണ്ട കാര്യം എന്താണ്? ഞാൻ ആടി സെയിൽ കഴിഞ്ഞിട്ട് വന്നാണ് സാർ. ഓക്കെ, അതിന്റെ സ്മെല്ലുകൂടെ അടിക്കുന്നുണ്ട്. ആടി വരുന്നുണ്ട്. സിറ്റ് ഡൗൺ. എന്താണ് കാണിക്കുന്നത്? സാറ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു, അതുകൊണ്ട് താഴ്ത്തിരുന്നാണ്. എടോ, ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. ഓ, അത് പറയണ്ടേ സാറേ? താൻ ആരോടോ? ബാഹുബലിയാ? അല്ല സാർ, സീറ്റ് എടുത്ത് പൊക്കാൻ പറഞ്ഞു. സീറ്റ് അവിടെ ഇട്ടെടുത്താലേ അതിന്റെ മോളിൽ കയറിയിട്ടോ. അത് പറയണ്ട സാറേ. സാർ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറഞ്ഞു. അത് യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ? താഴെ ഇരിക്കണോ കസേരയിൽ മജ്ജിൽ ഇരിക്കണോ? അതെ, അവിടെ വ്യക്തമായിട്ട് പറയണ്ട സാറേ. ഇനി പറ, എന്താ തന്റെ അസുഖം? ഭയങ്കര വേദനയാണ് സാർ. വേദനക്ക് ഞാനിനി എന്ത് മരുന്ന് കൊടുക്കും? ഭയങ്കര വേദന. ആ, തലവേദനക്കുള്ള ബാമുണ്ട്. ഒരുപടി വേദനയുള്ള ഭാഗത്ത് ഈ ബാമ്പ് ഉരട്ടിക്കോളൂ, ഒരു ആശ്വാസം കിട്ടും. ശരി സാർ. ഇതൊന്നും തുറയണല്ല. തുറന്നോളും. വേദനയുള്ള ഭാഗത്ത് പുരട്ടിക്കോളൂ. എന്താ പറട്ടത്? എവിടെയാണ് വേദന? തലവേദനയാണോ? അല്ല സാറേ. നെഞ്ചിലാണോ വേദന? അല്ല സാറേ. മുട്ടിലാണോ വേദന? അല്ല സാറേ. കാലിലാണോ വേദന? അല്ല സാറേ. പിന്നെ എവിടെയാണോ തനിക്ക് വേദന? മനസ്സിനാ സാധനം. മനസ്സിനാ വേദന. സാറൊന്ന് പുരട്ടി തന്നെ മനസ്സെവിടെ എനിക്കറിയാൻ പാടില്ല. ഇതൊരു മനസമാധാനക്കേടായല്ല. ഡോക്ടറെ, നമ്മുടെ ലേബർ റൂമിൽ കിടന്ന ഗർഭിണിയില്ലേ? മരിച്ചായിരിക്കും. ഞാൻ പോവേണം. മരിച്ചില്ല ഡോക്ടറെ, പ്രസവിച്ച്. സുഖപ്രസവം. പിന്നെ നല്ല പഞ്ചാരക്കട്ടി പോലത്തെ ഒരു കുഞ്ഞ്. അച്ചോടാ. അതെല്ലേ? ഭയങ്കര ഒരു മിറാക്കിളാണ് സംഭവിച്ചത്. ഒരു തരി മരുന്ന് പോലും കൊടുക്കാതെ, ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ സുഖമായിട്ട് ഒരു പ്രസവം നടന്നിരിക്കുന്നു. താങ്ക് ഗോഡ്. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. അടിപൊളി. ആ പെണ്ണിന് ബോധം തെളിഞ്ഞിട്ടുണ്ടേ. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, നമുക്ക് കുഞ്ഞിനെ കൊച്ചിന്റെ അച്ഛനെ കാണിക്കട്ടെ. അപ്പൊ എന്ത് പറഞ്ഞു? അയ്യോ വേണ്ട, ഭർത്താവ് പറഞ്ഞ കുഴപ്പാവൂന്ന്. കേസ് കെട്ടാണല്ലേ? മാഡം, ആ പെണ്ണിന്റെ നമ്പറും തരാമോ? പോവാൻ പറഞ്ഞു. താൻ എവിടെയാണോ അങ്ങോട്ട് പോണത്? സാർ, എങ്ങനെയെങ്കിലും എന്റെ മനസ്സിന്റെ ആ വേദന ഒന്ന് മാറ്റി സാർ. ഇവിടെ തനിക്ക് ആദ്യം വേണ്ടതേ ഒരു എക്കോ ടെസ്റ്റ് ആണ്. പക്ഷെ അതിനുള്ള ഉപകരണം ഇവിടെ ഇല്ല. അത് ഞാൻ എടുത്തോളാം സാറേ. എങ്ങനെ? ഹലോ 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 ഹലോ. എങ്ങനെയുണ്ട് സാറേ എന്റെ പൊക്കോ ഇവിടുന്ന്? സാറേ, എങ്ങനെയെങ്കിലും മനസ്സിന്റെ വേദന മാറ്റി സാർ. ഒരു മണി വാന്ന് പൊളിച്ചേ. അല്ല, ഈ മനസ്സിന്റെ വേദന മാറ്റാൻ വേണ്ടി വാ തുറക്കുന്നതിന്? എടോ, വായാണ് പ്രശ്നം. വായുടെ നാക്കടക്കി കിടന്നാൽ മനസ്സമാധാനം ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? വാ തുറന്നേ. ഓഹോ, നീ എന്നെ ചതിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? സാർ അങ്ങനെ പറയടാ, നീ ഏത് ചാനലിന്റെ റിപ്പോർട്ടറാടാ? അല്ലല്ല. എടാ, ഈ ഹോസ്പിറ്റലിൽ മരുന്നില്ല, ഓപ്പറേഷൻ ചെയ്യാൻ എക്യുപ്മെന്റ്സ് ഇല്ല എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് നിനക്ക് എന്റെ ജോലികളാണുള്ള പരിപാടിയല്ലടാ. സാർ, ഞാൻ രോഗിയാണ്. എടാ, തെളിവ് സഹിതം ഞാൻ പിടിച്ചടാ. വാ തുറക്കടാ. പല്ലിന്റെ ഇടയിൽ നീ ഹിഡൻ ക്യാമറ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടുപിടിച്ചതാ. സാറേ, ഹിഡൻ ക്യാമറ അല്ല, പിന്നെ എന്റെ പുഴുപ്പലാണ്. സാറേ, എങ്ങനെയെങ്കിലും എന്റെ രോഗം ഒന്ന് മാറ്റി സാറേ. ഡോക്ടർ, എന്ത് പറ്റി? 6-ാം വാർഡിൽ കിടന്ന രോഗിയില്ലേ? മരിച്ചു പോയിട്ടുണ്ടാവും. ഞാൻ നാളെ വരാന്ന് പറഞ്ഞു. മരിച്ചില്ല ഡോക്ടറെ, അയാളുടെ വീട്ടിൽ പോണോന്ന്. അതെങ്ങനെ ശരിയാവും? അയാളുടെ വീട് പണി പെട്ടെന്ന് തീർക്കണം, അതുകൊണ്ട് ഡിസ്ചാർജ് വേണം, വീട്ടിൽ പോണോന്ന്. അയാൾ വീട്ടിൽ പോയാൽ എന്റെ വീട് പണി എനിക്ക് തീർക്കണ്ടേ? അതിന് വേണ്ടിട്ടല്ലേ ഞാൻ അയാളെ പിടിച്ചു നിർത്തിയത്. 2 റൂമിന് ടൈലിടാനുണ്ട്. അവിടെ കിടക്കാൻ പറ. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളെ വിടാം. സാറേ, എന്റെ പ്രശ്നം എന്നറിയോ? ഈ മനസ്സമാധാനം
നശിക്കുമല്ലേ ഞാൻ അണ്ടർ അടിക്കും സാറേ, അതെന്റെ പ്രശ്നം. അങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് പോകണം സാറേ. ഓക്കെ, മനസ്സമാധാനം പോകുമ്പോൾ രണ്ടര അടിക്കും, അപ്പൊ ഒരു സുഖം കിട്ടും. സുഖം കിട്ടും. ഞാനൊരു മരുന്ന് എഴുതി തരാം. ശരി സാറേ. അത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോ അതൊരു ഔൺസ് കഴിച്ചാൽ മതി. ഓക്കെ സാറേ. ഇതിവിടെ കിട്ടില്ല, പുറത്തേ കിട്ടുള്ളൂ കേട്ടാ. കഴിച്ചു. ഇതെന്താ സാറേ? ത്രിപ്ലക്സ് റമ്മ ഞാൻ ഡെയിലി അടിക്കാനല്ലേ? ഇതെന്താ സംഭവം? ഇത് മതി, മനസ്സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കഴിച്ചാ പോരെ. അതല്ല സാറേ, സ്കാൻ ചെയ്യേ. ഇവിടെ സ്കാൻ ചെയ്യാനായിട്ട് ഇവിടെ സ്കാനിങ് മെഷീൻ വേണ്ടേ? അയ്യോ, ഇവിടുത്തെ സ്കാനിങ് മെഷീൻ സാറിന്റെ കണ്ണാ. അതെങ്ങനെ? ഇവിടെ വരുന്ന പെണ്ണുങ്ങളെയൊക്കെ സാറിന്റെ കണ്ണുകൂടി നന്നായിട്ട് സ്കാൻ ചെയ്തങ്ങ് വിടും. ഇടക്കിടക്ക് എന്നെ സ്കാൻ ചെയ്യാറുണ്ട്. പ്ലീസ് നാറ്റിക്കരുത് സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കും സാറേ. എടോ, ഇത് എന്തൊരു ശല്യം. അവിടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് വിടുവിനെ. ഒരു മിനിറ്റ്, ഡോക്ടർ ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള വല്ല മരുന്ന് ഇവിടെ ഉണ്ടാ? അത് തീർന്നാ? ആ, ഒരു കാര്യം ചെയ്യ്, ആ സിറിഞ്ചിൽ കുറച്ച് പച്ചവെള്ളം നിറച്ചിട്ട് ഒരു കുത്തം കൊടുത്തോ. അയാളത് അറിയത്തില്ലേ? അവൻ വെള്ളമാണ്, ഒരു കുഴപ്പമില്ല, കൊടുത്തോ. ഇപ്പൊ വരാവേ. ഇഞ്ചക്ഷൻ ചെയ്യാട്ടോ. അത് കഴിഞ്ഞാൽ എല്ലാം ഭേദവും സുഖസുന്ദരമായിട്ട് സമാധാനത്തോടെ ഇവിടുന്ന് പോവാം. മതി സാറേ, എനിക്കത് മതി. മേഡം, കയ്യിലല്ലേ മേഡം എടുക്കണേ? അല്ലല്ല, ബട്ടക്സില. അയ്യോ, ഞാൻ കൂട്ടിച്ചിട്ടില്ല മേഡം. തന്നെ ചന്തിക്കാൻ എടുക്കുന്നതാണോ ഉദ്ദേശിച്ചത്? അയ്യോ, ഞാനങ്ങനെ പൊതുവേദിയിൽ എന്റെ ചന്തി കാണിക്കാറില്ല. പോട്ടെ, സാറില്ല, ഒരു സിറിഞ്ചല്ലേ, അങ്ങ് പോട്ടെ. എന്തുവാണ് ഡോക്ടർ ഇത്? ഒരു സിറിഞ്ചല്ലേ, പോട്ടെ. ആ 5ാം വാർഡിൽ കിടക്കുന്ന രോഗിയില്ലേ, ഭയങ്കര വയലന്റ്, ഒരു രക്ഷയില്ല അവനെ കൊണ്ട്. അവന് ഉറങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക, അതോടെ അവന്റെ പ്രശ്നം തീരും. എന്റെ ഡോക്ടറെ, ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് സിറിഞ്ച് വേണ്ടേ? ഉള്ള സിറിഞ്ച് കൊണ്ടല്ലേ അയാൾ പോയത്. ശരിയാണല്ലോ അല്ലേ? ആ സിറിഞ്ച് അങ്ങ് പോയി. ഒരു പണി, അവന്റെ അടുത്ത് എന്നിട്ട് അവനോട് തമന്ത് കിടക്കാൻ പറ. എന്നിട്ട് ഉറങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ തരാന്ന് പറഞ്ഞിട്ട് അവന്റെ ചന്തിക്ക് നോക്കി നല്ലൊരു നുള്ളു കൊടുക്കുക. അവൻ നല്ല നഖമുണ്ടല്ലോ, നുള്ളിയും എടുത്തോ, പൊക്കോ. ഓക്കെ ഡോക്ടർ. അയ്യോ, ഇനി ആരാണ് ഇങ്ങോട്ട് പറഞ്ഞത്? ഒരെണ്ണം ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു. ഹലോ, ഗുഡ് ഈവനിങ്. ഈവനിങ് ഗുഡ് ഇല്ല. ഗുഡ് ഇല്ല അല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഈ ഹോസ്പിറ്റലിൽ എക്യുപ്മെന്റ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിട്ട ഉദ്യോഗസ്ഥരാ ഞാൻ നിങ്ങളെ സഹായിക്കാൻ. എന്റെ പൊന്നു സാറെ, തനിക്കൊന്ന് കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. താങ്ക് യു. എത്ര തവണ നിൽക്കാൻ മെയിൽ അയച്ചു, ഫോൺ ചെയ്തു, ഒരു വിവരം ഉണ്ടായില്ല. ഇപ്പോഴെങ്കിലും സാറിന് എഴുതുള്ളാൻ പറ്റിയല്ലേ, സന്തോഷം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ സ്റ്റെതസ്കോപ്പ് ഇല്ലേ? ഒരു കോപ്പുമില്ല. അയ്യോ, അപ്പൊ രോഗികളെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ എങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക്? അങ്ങനെ രോഗികളെ ഹാർട്ട് ബീറ്റ്സ് എങ്ങനെ മനസ്സിലാവുന്നു? ഇവിടെ ഒന്നുമില്ല, ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലാണത്. രോഗികൾ എന്റെ അടുത്ത് പരിശോധനയ്ക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ അവർക്ക് വലിയൊരു എമൗണ്ട് ബില്ലായിട്ട് അങ്ങ് കൊടുക്കും. ഫസ്റ്റ് ഈ ബിൽ തുക കാണുമ്പോൾ അവരെ നെഞ്ചിടിക്കാൻ തുടങ്ങും. അപ്പൊ ടെതസ്കോപ്പ് വേണ്ട, എന്റെ ചെവിയിൽ അവരുടെ ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ മുടങ്ങും. അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അസുഖം ഇത് ചെയ്യുന്നത്. അങ്ങനെയാണല്ലേ? അതെ. ലാബ് ഉണ്ടോ? മരുന്നില്ല, പിന്നെയാണ് ലാഭം ഉണ്ടാകുന്നത്. നഷ്ടമാണ്. ലാബ് ഉണ്ടോന്നല്ല, മെഡിക്കൽ ലാബ്, ലാബോറട്ടറി ഉണ്ടോന്ന് ചോദിച്ചത്. വലിയൊരു ലാഭമുണ്ട്, പക്ഷെ അവിടെ പൂച്ച വെച്ച് കിടക്കുകയാണ്. ഇടയ്ക്ക് 2 പട്ടി വന്ന് കിടക്കാറുണ്ട്. സാറേ, ഒരു സാധനവും ഇല്ല ഇവിടെ. അല്ല, പിന്നെ ലാബ് ഇല്ലെങ്കിൽ വരുന്ന പേഷ്യന്റ് ഷുഗർ പേഷ്യന്റ് നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാനിത് കൊണ്ടുപോകുന്നതെന്ന്. ഇവിടുത്തെ ക്യാൻറ്റീൻ നടത്തുന്ന ചായ അടിക്കുന്ന താമര ചേട്ടനും ഞാൻ തമ്മിൽ ചെറിയൊരു ടൈപ്പ് ഉണ്ട്. ചായ കുടിക്കാൻ വരുന്ന ഒരു വിത്തൗട്ട് ചായ കുടിക്കൂലേ, അവരുടെ ലിസ്റ്റ് ചെയ്യാനും എടുക്കും. അപ്പൊ അവരടുത്ത് വരുമ്പോ എനിക്കറിയാം ഇവര് ഷുഗർ പേഷ്യൻസ് ആണ്. അങ്ങനെ ഞാൻ വരുന്നു. നല്ല ടെക്നിക്ക്. അങ്ങനെ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? അത് പറ. പ്രഷർ കണ്ടുപിടിക്കാൻ നിസ്സാരപ്പണിയുള്ളൂ. അവര് ഞാനായിട്ട് ചുമ്മാ കയറി അങ്ങ് ഉടക്കും. അവര് അപ്പൊ അവര് തിരിച്ചുടക്കും. അവരെങ്ങനെ അവരുടെ ടെമ്പർ എങ്ങനെ കയറുന്നു അതിനനുസരിച്ചാണ് ഞാൻ പ്രഷർ. അയ്യോ, അങ്ങനെ ഫുൾ മെത്തേഡാണല്ലേ? രക്ഷയില്ല സാർ. എന്ത് കഷ്ടം നോക്കി. സാർ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. ഇപ്പോഴെങ്കിലും ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റിയല്ലോ, വളരെയേറെ സന്തോഷം സാർ. ആയിക്കോട്ടെ, പിന്നെ നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അതെ. അവിടെ അയ്യോ, ഇതെന്താ കത്തിയാ? അവിടെ സാറ് വല്ല കൊട്ടേഷൻ പരിപാടി കഴിഞ്ഞു എന്നാണ്. ഇതെവിടെ? ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നതെച്ചാണെന്ന്. ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് സാറേ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഓപ്പറേഷൻ ചെയ്യാനാ? ഓപ്പറേഷൻ ചെയ്യാനല്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ രോഗികളെ ഓപ്പറേഷൻ ചെയ്താൽ രോഗി തട്ടിപ്പോവും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം. അതുള്ള സാധനങ്ങളേത്? ഡോക്ടറെ, എന്ത് പറ്റി? 2ാം നമ്പർ റൂമിൽ കിടന്ന രോഗി രക്ഷപ്പെട്ട് കാണും. മരിച്ചു. അയാൾ നാളെ ഡിസ്ചാർജ് ആവേണ്ട രോഗിയായിരുന്നല്ലോ. എല്ലാ അസുഖം മാറിയതാണല്ലോ. അതുപോലെ മരുന്ന് മാറിപ്പോയോ? ഇല്ല, മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്ത്. പിന്നെ പക്ഷെ രോഗി മാറിപ്പോയി. രോഗി ഏത് മാറിപ്പോയി? രോഗി മാറിപ്പോയി. രോഗി മാറിപ്പോയെന്നാ? രോഗി
ഇപ്പൊ ഈ ഉപകരണം കൊണ്ട് ഉപകാരം ഉണ്ടായില്ലേ? ഞാൻ പോണു. പോസ്റ്റ്മോർട്ടം ചെയ്യാനോ? ഡോക്ടറെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ 1-ാം വാർഡിലെ രോഗിയെ വാർഡ് മൊത്തം ഇപ്പൊ പറന്ന് നടക്കുക. അവൻ വല്ല മയക്കുമരുന്ന് കഴിച്ചോ? ഇല്ലില്ല, ഫുൾ എയറില്ല. ഫുൾ എയറിലാണെങ്കിൽ അവൻ വല്ല വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഫുൾ എയറി കിടന്ന് കറങ്ങുന്നത്. അതല്ല ഡോക്ടറെ, പിന്നെന്താണ്? കുറച്ചു നേരത്തെ ചെറിയൊരു ശ്വാസമുട്ടലുണ്ടായിരുന്നു. ഉവ്വ. അപ്പൊ നമ്മുടെ ലാബിൽ ഇരുന്ന ഒരു ഓക്സിജൻ സിലിണ്ടർ ഇല്ലേ, ഉവ്വ. അതെടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തായിരുന്നു. അതിന് കാലി സിലിണ്ടർ അല്ലേ, അതിനകത്തൊന്നും ഓക്സിജൻ ഇല്ല. അയ്യോ, ഒന്നിലുമില്ല. ഉണ്ട് ഓക്സിജൻ ഇല്ല, ഒന്നിലുള്ള എല്ലാ കാര്യമാണ്. ഡോക്ടറെ, ഒരു മൂലക്കിരിപ്പുണ്ടായിരുന്നു. മൂലക്കിരിക്കുന്ന സിലിണ്ടറോ? ആ. ദൈവമേ, അതിനകത്ത് ഹൈഡ്രജൻ ആണ് അത് ശരി, ഓക്സിജന് പകരം രോഗിക്ക് ഹൈഡ്രജൻ ആണ് കയറ്റിയത്. ചുമ്മാതല്ല, ഹൈഡ്രജൻ ബലൂൺ പോലെ രോഗി പറന്നു നടന്നത്. അയ്യോ, ദേ ദിവസത്തിന്റെ പരിചരിച്ചല്ലോ. ഡോക്ടറെ, തോട്ടി എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ട് വരാം. ആ, എടുക്കാം, എടുക്കാം.